വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മളൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ കുറച്ച് എഗ്സ്, പിന്നെ കുറച്ച് ഷുഗറും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഗ്സ് എല്ലാം ക്രാക്ക് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളുടെ മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ പറയണില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ എഗ്സ് ഒക്കെ ക്രാക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് നല്ലൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ എഗ്സ് നല്ല ഫ്ലഫി ആയിട്ട് വരണം, അതുവരെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരണ വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചായിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ നമ്മൾ എടുത്തേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഓവനിലേക്ക് വെക്കാൻ ടൈമായിട്ടുണ്ട്. ഞാനിത് ഓവനിലേക്ക് വെച്ചിട്ട് ടൈമും ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ആവുന്നവരെ വേറൊരു പരിപാടിയാണ്. നമ്മൾ നട്ട്സ് ഷുഗറിൽ കാരമലൈസ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ച് ക്രീമും റെഡിയാക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ച് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ സ്പഞ്ച് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം നമ്മൾ കേക്കിൻ്റെ ഓരോ ലെയറിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്രീമിൻ്റെ മുകളിലാണ് നമ്മൾ ബട്ടർ സ്കോച്ച് ക്രീം ഇടുക. അത് കഴിഞ്ഞാണ് നമ്മൾ നട്ട്സ് ഇടുക. നട്ട്സ് ഞാൻ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം പ്രോസസ്സാണ് ഓരോ ലെയറിനും. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ലെയറും ചെയ്യുകയാണ്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഫൈനൽ കോട്ടിംഗ് ആണ്. കേക്കിനൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളൊരു വേറൊരു ഗ്രീൻ കളറിൽ നമ്മൾ ചെറുതായിട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ കേക്കിൽ എക്സ്പേർട്ട് ആയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് എല്ലാ ഹെൽപ്പിനും, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ ചേച്ചി എനിക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുത്തു തരാൻ സോനും, അഭിപ്രായങ്ങൾ പറയാൻ ചൂച്ചിയൊക്കെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് വൈറ്റ് പേൾസും കൂടി ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.